നിലനിർത്തി നമ്മുടെ ആയുസ്സിനോട് ഒരു ദിവസം കൂടി കർത്താവ് കൂട്ടി തന്നു. അവൻ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം തന്നു. രക്ഷയുടെ സന്തോഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ കർത്താവ് നിറച്ചു. കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയാൽ നമ്മുടെ ഹൃദയം ഇന്ന് ഈ ആരാധനയിൽ നിറയപ്പെടട്ടെ. ആരംഭം മുതൽ അവസാനം വരെയും ദൈവത്തിന്റെ വലിയ കൃപ അനുഭവിക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിന്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. ആരംഭം മുതൽ അവസാനം വരെ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവം തന്നെ ഏറ്റെടുത്ത് നടത്തുവാൻ നാം പാടുമ്പോൾ ആത്മാവിൽ കർത്താവിനെ പാടി ആരാധിക്കുവാൻ, നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കുന്നതിന്, ദൈവത്തിന്റെ വചനത്തിൽ കൂടി നാം കേൾക്കുമ്പോൾ ദൈവവചനം സംസാരിക്കുവാൻ കർത്താവിന്റെ ദാസനെ പരിശുദ്ധാത്മാവിന്റെ കൃപകളാൽ അനോയിന്റ് ചെയ്യുവാൻ, നാം കേൾക്കുന്ന വചനം നമുക്ക് അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവത്തോട് മുട്ടിപ്പോയി അപേക്ഷിക്കാം. കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരണമേ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥനാവേ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം, കഴിഞ്ഞ മാസം ഞങ്ങളെ വഴി നടത്തി. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാവിധ കാര്യങ്ങളിലും ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ദൈവം ഞങ്ങളോട് സംസാരിച്ചു. ദൈവം ഞങ്ങൾക്ക് ആലോചനകൾ നൽകി തന്നു. ദൈവം ഞങ്ങൾക്ക് ആരോഗ്യം നൽകി തന്നു. കർത്താവേ, ഈ ലോകത്തിലുള്ള പലവിധ സംഭവങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് കർത്താവ് ഞങ്ങളെ വിടുവിച്ച് ദൈവകൃപയാൽ നിറയപ്പെട്ട് ഇന്ന് പകൽക്കാലം കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ ഒരു അവസരം കൂടി ഞങ്ങൾക്ക് ദാനം ചെയ്തു. സ്തോത്രം. കർത്താവേ, തിരുസന്നിധി ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ ശോധന ചെയ്യണമേ. കാൽവരി ക്രൂശ് ഞങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്താൽ ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ കഴുകി വെളിപ്പാക്കണമേ, ശുദ്ധീകരിക്കണമേ. കർത്താവേ, ദൈവം വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് അവിടുത്തെ സന്നിധി ഞങ്ങൾ അടുത്തു വരുമ്പോൾ ജീവിത വിശുദ്ധിയോടുകൂടി കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കുന്നതുകൊണ്ട് സ്തോത്രം. കർത്താവിന്റെ കൃപയാൽ എല്ലാവരെയും നിറയ്ക്കണമേ. ഇന്ന് ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും വിവിധങ്ങളായ ആവശ്യങ്ങളുണ്ടല്ലോ കർത്താവേ. എല്ലാവരുടെയും ആവശ്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കണമേ. ഓരോ ജീവിതങ്ങളെയും കർത്താവ് കണ്ട്, ഓരോ ആത്മാവിന്റെയും താല്പര്യം കർത്താവ് അറിഞ്ഞ്, ആഗ്രഹം അറിഞ്ഞ് കർത്താവ് ഓരോരുത്തർക്കും ഇന്ന് പകൽക്കാലം അത്ഭുതകരമായ വിധത്തിൽ ദൈവം പ്രവർത്തിക്കണമേ. അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും തിരുകൃപയാൽ നിറച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പാടുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. പാട്ട് പാടുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളുടെ ദാസനെ കർത്താവ് ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരുമിച്ച് പാട്ടുകൾ പാടുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന അനുഭവത്താൽ ഞങ്ങൾ നിറയപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. നമുക്ക് ഒരു പ്രത്യാശയുടെ ഗീതം പ്രാരംഭമായി പാടി ആരാധിക്കാം. എത്തും കാലം ഓർക്കുമ്പോൾ ഇത്രയും ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം, കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം, തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജ യേശുവോട് കൂടെ വാഴുവേ. ദൈവമക്കളാകുന്ന നമ്മുടെ പ്രത്യാശയാണ്. ആമേൻ. യുഗത്തിലെ ദുരിതങ്ങളൊക്കെ തീർന്ന് നമ്മെ ചേർക്കുവാനായി കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാടുന്ന ഒരു ജനമാണല്ലോ നാം. ഹല്ലേലൂയ. നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മളെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വരുന്നത്. നമ്മുടെ ഭാരം മാറുന്ന ദിനം, നമ്മുടെ വേദന മാറുന്ന ദിനം. ആമേൻ. നമ്മെ ചേർക്കുന്ന കർത്താവിനോട് കൂടെ വാഴുന്നതാണല്ലോ ഏറ്റവും വലിയ പ്രത്യാശ. ഒരുമിച്ച് നമുക്ക് കരങ്ങളെ അയച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം. പുത്തനാമേ യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്രയും ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. പുത്തനാമേ യെരൂശലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്രയും ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം, കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം,
നിനക്ക് മഹത്വം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Praise you, God. നമുക്ക് തന്നെ ഒരു പാട്ടോടെ പാടി നമുക്ക് കർത്താവേ. Amen. Hallelujah. ആമേൻ. Praise you, ആമേൻ. God. പുതിയ പാട്ടാണ്. അതിന്റെ വരികൾ നിങ്ങൾ സ്ക്രീനിൽ കാണുവാണെങ്കിൽ അത് നോക്കി പാടുക. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ അറിയുവാൻ, എന്നെ നടക്കാൻ എല്ലാ നാളിലും എനിക്കുണ്ട്. ഹല്ലേലൂയ. അതാണ് കർത്താവിന്റെ മക്കളുടെ പ്രത്യാശ. നാം കരയുമ്പോഴും വേദനിക്കുമ്പോഴും നമ്മുടെ ചാരത്തൊരു ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള താങ്ങും. ആ പ്രത്യാശയാണ് ഇന്നും നമ്മെ ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പാടാം. എന്നെ അറിയാം, എന്നെ നടത്താം, എല്ലാ നാളിലും ത്യാഗിക്കുണ്ട്. എന്നെ അറിയാം, എന്നെ നടത്താം, എല്ലാ നാളിലും ത്യാഗിക്കുണ്ട്. കൂടിൽ വാഴാതെ, വീണു പോകാതെ, ഏകസംഭവമായി ത്യാഗിക്കുണ്ട്. കൂടിൽ വാഴാതെ, വീണു പോകാതെ, ഏകസംഭവമായി
our midst. We thank you for the Holy Spirit working in our midst. Hallelujah. Hallelujah. Speak to our hearts, O God. We praise the name of Jesus. Oh, നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് നമ്മെ മനസ്സിലാകാതിരിക്കുമ്പോൾ നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ഹല്ലേലൂയ. മറ്റുള്ളവർ നമ്മെ തെറ്റിദ്ധരിക്കുമ്പോൾ നമ്മെ തെറ്റിദ്ധരിക്കാത്ത നാം ആരാണ് എന്ന് ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം കടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തലയിലെ മുടികൾ വരെ എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു ദൈവം, നമ്മുടെ പേര് ചൊല്ലി നമ്മെ വിളിക്കുന്ന ഒരു ദൈവം, നാം ആര് എന്ന് അറിയുന്ന ആ ദൈവത്തിന്റെ സന്നിധി, എത്രയോ മഹത്വകരമായ ആ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ കർത്താവിനെ ഒന്നുകൂടി അടുത്തറിയുവാൻ, ദൈവം നമ്മെ അടുത്തറിയുന്നത് പോലെ നമുക്ക് ദൈവത്തോട് ഒന്നുകൂടി അടുത്ത് ചേർന്ന് അടുത്തുകൂടി ആഴമായ അനുഭവത്തിലേക്ക് നമ്മൾ നീങ്ങുവാൻ, നമ്മൾ ആയിരിക്കുവാൻ ഇന്ന് പകൽക്കാലത്തെ ആരാധനയിൽ നമുക്ക് ആഗ്രഹിക്കാം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നദ്ധിയിൽ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. പലപ്പോഴും നാം വീണു പോകുവാൻ, നമ്മെ തളർത്തി കളയുവാൻ സാത്താൻ പദ്ധതികളിലും ഇട്ടിട്ടുണ്ട്. നാം വീണു പോകാതെ ഇരുന്നത് നമ്മുടെ ബലം കൊണ്ടല്ല, നമ്മുടെ ശക്തി കൊണ്ടല്ല, നമ്മുടെ ധൈര്യം കൊണ്ടല്ല, ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ വഹിച്ചത് കൊണ്ട്, അവൻ നമ്മെ നിലനിർത്തിയത് കൊണ്ട് നാം വീഴാതെ തളർന്നു പോകാതെ കർത്താവിനെ ആരാധിക്കുവാൻ ഒരു അവസരം കൂടി ദൈവം നമുക്ക് നൽകി. നാം സിയോനിൽ എത്തിച്ചേരുന്ന സമയം വരെ നാം ആദ്യം പാടിയതുപോലെ പുത്തനാം യെരൂശലേമിൽ എത്തുന്ന കാലം ഓർക്കുന്നതിനെ കുറിച്ച് നാം പാടി. അവിടെ എത്തിച്ചേരുന്ന സമയം വരെയും ഈ ലോകത്തിൽ തളർന്നു പോകാതെ, സാത്താൻ നമ്മെ തള്ളിയിടാതെ, നമ്മെ നശിപ്പിക്കാതെ അവന്റെ കരത്തിൽ ഭദ്രമായി നമ്മെ പിടിച്ചിരിക്കുന്നു. ഇന്ന് ആ പ്രത്യാശയാൽ നമ്മുടെ ജീവിതങ്ങൾ നിറയുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ള എല്ലാവർക്കും പ്രാർത്ഥിക്കുവാനുള്ള സമയമുണ്ട്. ഞാൻ നമ്പറൊന്നും ലിമിറ്റ് ചെയ്യുന്നില്ല. പ്രാർത്ഥിക്കുവാൻ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുള്ള എല്ലാവർക്കും ഈ സമയത്ത് പ്രാർത്ഥിക്കാം. Praise God. Hallelujah. ലോകത്തിലെ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒന്നും ഞങ്ങളെ കാണുവാൻ ധൈര്യത്തോടെ സമാധാനത്തോടെ ഞങ്ങളെ കൊണ്ടുവന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. എല്ലാവരും ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. കാൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി യാഗമായിരുന്ന ഹല്ലേലൂയ തന്നെ ഓർത്തമേ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ അകാരണമായ ദൈവത്തിന് സ്തുതി പറയുവാൻ പാടുവാൻ യോഗ്യരാക്കിയല്ലോ. അങ്ങയുടെ വലിയതേക്കായി സ്തുതിക്കുന്നു. അങ്ങേക്ക് സ്തോത്രങ്ങളെ അർപ്പിക്കാൻ എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നതുമാറാകുമ്പോൾ ഞങ്ങളെ കാലുകളെ ശ്രദ്ധിക്കുമാറാകണമേ. പ്രാർത്ഥിക്കുന്നവരെ മാനിക്കുമാറാകണമേ. സ്തോത്രം
സഹായിച്ചതിനായിട്ട് എന്റെ അപ്പച്ചനെ കോടാനുഭവി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവദാസിനെ കുടുംബമൊക്കെ യാത്രയിലായിരുന്നില്ല, അവിടെ എല്ലാ കർത്താവിന്റെ കരുതലും കാവലും കൂടിയിരുന്ന എല്ലാവരെയും ഈ പകർക്കാലം കൂട്ടിവരിച്ചതിനായി നന്ദി ഒന്നിച്ചു കൂടി വന്ന കർത്താവിനെ സ്തുതിപ്പാന് അങ്ങോട്ട് തന്ന നല്ല അവസരത്തിനായിട്ട് നന്ദി. അപ്പ ഞാൻ യഹോവയെ എല്ലാ കാലവും എപ്പോഴും വരുന്ന ആവശ്യം നന്ദിയുള്ള ഹൃദയത്തോട് പറയുവാൻ ഓരോ നിമിഷവും ഏഴുകളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്റെ അപ്പനടികളെ പരിപാലിക്കുന്ന വഴി നിർത്തുന്ന വിധങ്ങളെ ഓർത്താൽ നിങ്ങൾ കടങ്ങിയിരിക്കാൻ കഴിയത്തില്ല കർത്താവ്. എന്റെ ദൈവത്തിന് കീർത്തനം ചെയ്യുമെന്ന് പറയുവാൻ എപ്പോഴും ദൈവകൃപ ധാരാളം പകരണമേന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ഇന്ന് പോൽക്കാലത്തെ കർത്താവ് ആരാധനയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. കടന്നു ഓരോ മക്കളെ അടികളെ ഓരോരുത്തരെയും ഒന്ന് ബലപ്പെടുത്തുമാറാകണമേ, ഏകാഗ്ര ഹൃദയത്തോടെ നിർത്തുമാറാകണമേ. എന്റെ അപ്പനടികൾക്ക് എന്ത് ചെയ്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ നിമിഷം ഉയരത്തിലെ കൃപയടികൾക്ക് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഇന്ന് ഓരോ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന എല്ലാ ദൈവമക്കളെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവങ്ങളോട് സംസാരിക്കാനുള്ളത് ദേവദാസന്മാരെ കേൾക്കുവാനുള്ള സഹായിക്കുമാറാകണമേ കർത്താവ്. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് സഹായിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്ന കർത്താവ്. വളരെ അൺസർട്ടൺ ലോകത്തടികൾ ജീവിക്കുമ്പോ കർത്താവ്, അനിഷ്ട സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകത്തടികൾ ജീവിക്കുമ്പോ കർത്താവ്, ഈ നിമിഷം നിങ്ങൾക്ക് തന്നതായിരിക്കാല് കിട്ടുന്ന സമയം തക്കത്തിൽ ഉപയോഗിപ്പാന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവടികളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാവരും താഴ്ത്തി സമർപ്പിക്കുന്നു. അന്ത്യവരെയും നിലനിർത്തണം. പ്രാർത്ഥനയാചന കേട്ടതിനായിട്ട് നന്ദി പിതാവേ. യേശുവിൻ തിരുനാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. സമാധാനത്തോടെ സന്തോഷത്തെ കൊന്നിച്ചേരാൻ ദൈവ സൂക്ഷിച്ചനായി അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ പൂർണ്ണതയോട് കടന്നു വരുവാൻ നിങ്ങളുടെ ദേശത്ത് നിങ്ങളുടെ ദേഹിയായി ഒരാഴ്ചകാലം കൂടെ നിങ്ങളെ കടന്നു നിങ്ങളുടെ കുറവുകൾക്കല്ലേ നിങ്ങളുടെ കുറ്റങ്ങളൊന്നും കുടുംബമായി കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അതേക്ക് കണ്ണുവിന്റെ മക്കളെ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ നടത്തുന്ന ദൈവം, നിങ്ങളെ താങ്ങുന്ന ദൈവം, ഇന്നും കൂടുതലുള്ള ഓർത്തും നന്ദിയോടെ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ ഇടയാക്കണമേ. ഇന്നത്തെ ആരാധനയെ ധ്വനികരമായി തീരുവാൻ സഹായിക്കണമേ. അതിന് തടസ്സമായതിന്റെ കുറവൊന്നും ഓർക്കലെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിലടികളെ എല്ലാവരെയും സൃഷ്ടിക്കണമേ. മാത്രം ഒന്നെടുത്താട്ടെ. We're going to all stand in the presence of God and read Psalm 84. 84-ാമത്തെ സങ്കീർത്തനം നമുക്ക് വാക്യമായി വായിക്കാം. സേനയില്ലധിപൻ ദേവനിലധിയായ ആശ്രയം സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. കുരികിൽ ഒരു വീടും മീവൽ പക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ,
നിന്റെ യാഗപീഠങ്ങളെ തന്നെ. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷേകത്തിന്റെ മുഖത്തെ കടാക്ഷിക്കണമേ. അടുത്ത രണ്ട് വാക്ക് നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു. നേരോട് നടക്കുന്നവർക്ക് നന്മ മുടങ്ങിയില്ല. സൈന്യങ്ങളുടെ യഹോവയെ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ബലത്തിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. നേരോട് നടക്കുന്നവർക്ക് ഓരോ നന്മയും മുടങ്ങുന്നു. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നമ്മെ ധൈര്യപ്പെടുത്തുന്ന, നമുക്ക് ബലം നൽകുന്ന, നമുക്ക് കൃപ നൽകുന്ന ആ ദൈവത്തെ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ സ്തുതിക്കാം. ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നൽകിയിരിക്കുന്ന നല്ല വേദഭാഗത്തിനായി സ്തോത്രം. ദൈവവചനം ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്നത് കൊണ്ട്, ഞങ്ങളെ നിലനിർത്തുന്നതിനാൽ ഞങ്ങൾ വീണ്ടും തിരുനാമത്തെ മഹത്വം അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. Amen. Please be seated in the presence of God. And I'm very delighted to be here today and to see all of you. ഇന്ന് നമുക്ക് ഒരുമിച്ച് ഇവിടെ ആയിരിക്കുന്നതിനും എല്ലാവരെയും സന്തോഷത്തോടെ കാണുന്നതിനും ദൈവം ഒരു അവസരം കൂടെ നൽകിയല്ലോ. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളൊക്കെ നമുക്ക് പല തരത്തിലുള്ള അനുഭവങ്ങളായിരുന്നു. ചിലർക്ക് രോഗങ്ങൾ കൊണ്ട് രോഗമായില്ലെങ്കിലും രോഗം വന്നിട്ടുള്ളത് കൊണ്ട് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ രോഗം വരാതെ ദൈവം നമ്മെ സൂക്ഷിച്ചു. യാത്രകളിൽ കർത്താവ് സൂക്ഷിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ ആരാധന പാസ്റ്റർ ജോൺ തോമസ് ആയിരുന്നു നടത്തേണ്ടത്. എന്നാൽ he couldn't do that. But I thank you, our Wilson brother and our Dr. Minnie Kurian, they're doing this ministry. Whenever I ask them, they show no hesitation. And I am so privileged to have you here in this church, working together for the glory of God. That is how the work of God is, working together, not working alone, working together. That is my presentation is also interdependence. We depend on each other. We help each other to grow in the grace of God. So I really wanted to thank you taking that initiative. I know it is not easy, it is hard, and you have to prepare, you have to have some time for that preparation, and I know you all take it very diligently and do it. And for some reason, Pastor John Thomas couldn't be here last week. Today we are excited that he is able to be here, and his wife, Sister Elsie, I know they missed the church worship 2 Sundays. They don't like to miss, but they missed it for some unknown reasons. And I mean, I know the reasons, but unknown to others. But God made everything. God makes everything beautiful in His time. So I'm very excited to see Sister Bindu and Bhavina Mom and Brother Saji and all of us. And I'm not naming. Sometimes when I name, we miss names, and I'm happy to see all of you. And God is here with us, and in our song we were worshiping God. And what a beautiful song! Even the new song, it is very beautiful. And even though it is new to us, those words, those lines are very meaningful, very meaningful. So this morning I like to give you a few minutes, if there is anyone has an interest in saying something, a reflection or a testimony. You can call it whatever, prayer request, or it can be a praise report, whatever you wanted to say
in the presence of God, you can do that. We have no visitors here, we have no birthdays, no anniversaries. So we have a few minutes actually before we take the offering. And please use it. ആശ്രയിപ്പാനൊരു ഇടവുമില്ല, ആശ്വസിപ്പാനൊരു ദേഹിയുമില്ല, ആശ്രയിപ്പാനൊരു ഇടവുമില്ല, ആശ്വസിപ്പാനൊരു ദേഹിയുമില്ല, ഒന്നേ മാത്രം നിന്നിരുമൊഴികൾ, ഒന്നേ മാത്രം നിന്നിരുമൊഴികൾ, മണ്ണിലെന്നാശ്വാസമായി എൻ പ്രിയനെ, മണ്ണിലെന്നാശ്വാസമായി, മണ്ണിലെന്നാശ്വാസമായി എൻ പ്രിയനെ, മണ്ണിലെന്നാശ്വാസമായി, എനിക്കൊരു തുണ നീയേ, എൻ പ്രിയനെ, എനിക്കൊരു തുണ നീയേ. Praise the Lord. ഞാൻ എഴുന്നേറ്റത് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഒരു നന്ദി അറിയിക്കണം എനിക്ക്. അതുപോലെ തന്നെ ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ പ്രെയർ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ഇടയ്ക്കാണ് തീരുമാനിച്ചത് 1-ഉം 3-ഉമാണ് ഞങ്ങളുടെ വീട്ടിൽ പ്രെയർ നടക്കുന്നത്. അപ്പോൾ 3-ാമത്തെ ആഴ്ച ഞങ്ങൾ ഫുൾ ഫാസ്റ്റിംഗ് ആയിട്ട് ദിവസം ഇരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ അവസരം ഒരുക്കി. ഇന്നലെ കരോളിൽ നിന്ന് 3 പേര് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ദേവദാസന് മെസ്സേജ് ഇട്ടു. ജോൺ ജോസ് പാസ്റ്റർ ഞാൻ വിളിച്ചു, സമയമുണ്ടെങ്കിൽ വന്ന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ലേറ്റായിട്ടാണ് പാസ്റ്റർ അത് കണ്ടത്. എനിവേ അനുഗ്രഹമായിരുന്നു. കടന്നു വന്ന 2 സഹോദരിമാരെ ശുശ്രൂഷ ചെയ്തു. ദൈവാത്മാവിൽ പല ആലോചനകൾ പറയുവാനും ഇടയായി. നിങ്ങൾ ഓരോരുത്തരെയും പ്രാർത്ഥന ഞങ്ങളെ നിർത്തുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അനേകരെ ഈ സത്യത്തിലേക്ക് കടന്നു അതൊക്കെ നിൽക്കുന്ന ഇടങ്ങളിൽ വളരെ ശക്തമായിട്ട് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഈ സത്യത്തിലേക്ക് അവരെ നടത്തുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കണം. രണ്ടാമതായി, കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ ഞാൻ ജോൺ തോമസ് പാസ്റ്റർ പറയുമായിരുന്നു, അവിടെ കയറി ആ ഷൂവിൽ നിൽക്കുമ്പോഴാണ് പാസ്റ്റർമാരൊക്കെ എത്രമാത്രം പ്രയാസമാണ് ഈ സഭ നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് ഒരു വാക്ക് നമ്മൾ മറന്നുപോയെങ്കിൽ ഒരു വിശ്വാസം ചോദിക്കും, പാസ്റ്റർ എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? സത്യം പറഞ്ഞാൽ ഞാൻ പലതും മറന്നുപോയി കൊണ്ടായിരിക്കാം. എങ്കിലും എനിക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി പ്രിയ ദൈവദാസൻ നെൽസൺ പാസ്റ്റർ എനിക്ക് തന്നു. ഞാൻ ഒത്തിരി നന്ദിയുള്ളവനാണ്. ഇതൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല എങ്കിലും ഇതിനൊന്നും ഞാൻ ഒരു സ്റ്റേജിൽ പോയി നിൽക്കണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയല്ല ഞാനെങ്കിലും ദൈവം നടത്തുന്ന വിധങ്ങളിൽ അതെല്ലാം അങ്ങനെ നടക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ നന്ദി പറയേണ്ടത്, അവിടെ ഞാൻ ഇരുന്നപ്പോൾ നമ്മുടെ ജസ്റ്റിൻ നമ്മുടെ കൂടെ കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയേണ്ടതല്ല എങ്കിലും ഞാൻ പറഞ്ഞ വാചകത്തിൽ കൂടി പറഞ്ഞു, ജസ്റ്റിന് ഒരു വീട് ആവശ്യമാണ്. കാരണം വ്യാഴാഴ്ചത്തെ ഞങ്ങളുടെ പ്രയറിൽ ജസ്റ്റിൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ ജസ്റ്റിൻ പോയത്. അപ്പം ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞൊരു ഭവനം അവന് ആവശ്യമാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഈ ഞാൻ പറയുന്ന സമയത്ത് സജീവർ എഴുന്നേക്കുന്നത് ഞാൻ കണ്ടു, പക്ഷെ എനിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ ബിന്ദു സിസ്റ്റർ സജീവറും കൂടെ തീരുമാനിച്ചതനുസരിച്ച് ഇതിന്റെ മേളിൽ ജസ്റ്റ് താമസിക്കാനായിട്ട് അവർ അവസരം കഴിഞ്ഞു. ഇന്ന് രാവിലെ അപ്പച്ചൻ ഒരു വാക്യം പറഞ്ഞത്, കൂടെ ഇതുവഴി കടന്നു പോകുന്ന ഒരു പുരുഷൻ അവന് ഒരു വന്മാളിക ഒരുക്കി കൊടുക്കുന്നത് ദൈവം അതിനും പറയുന്നത് പോലെ ആ മകനെ ഈ കുടുംബം മാനിച്ചു. ഞാൻ ഈ കുടുംബത്തോട് ഒരുപാട് നന്ദിയുള്ളതാണ്. കാരണം ഈ കാലഘട്ടത്തിൽ ആരും ചെയ്യത്തില്ല. പ്രിയ ബിന്ദു സിസ്റ്ററേയും സജിവർദ്ധന്റെയും പ്രിയ അച്ചാനെയും അഭിനയമോളെയും ദൈവം ധാരാളം ഇവരെ കണ്ടുമുട്ടിയത് അന്ന് മുതൽ ഞങ്ങൾക്ക് ഒരു അനുഗ്രഹമാണ്. അവരെ ഓർക്കുമ്പോൾ എല്ലാവരും സഭയായിട്ട് പ്രാർത്ഥിക്കണം. അമ്മേ അതിൽ ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ സാക്ഷ്യം. Praise the Lord. Just like every Sunday, I don't plan on saying anything, but then I end up standing up anyway. But let this be for the glory of God. Tomorrow, Bavina has her next lab test again, so they want to do a couple more tests, they told me. So we're going to go there tomorrow. Please keep us in prayer. Last Sunday, I had testified that her temperature, was it last Sunday? I think last Sunday I said her temperature had become back to normal. Yes. As soon as we got back in the house, about 2 hours later, it came back. So she still had, and it's been a little bit higher this week. So it's up and down. Every 2-3 hours when you check, it's a different number. So please keep her in prayer. We know that the Lord is in control,
And especially when they don't know why she has neutropenia, the cause of the neutropenia, then you know that it's an attack from the enemy, especially when there's no root cause for it, at least none that we know of right now. So please keep her in prayer. Everyone was talking about Justin, how the Lord prepared Elijah an upper room. So that itself is a miracle, because also when Elijah was by the brook and he was hungry and the Lord sent a raven, it was contrary to the raven's nature, right, to give up food to Elijah. Just like that, it was contrary to my nature to have anybody living at the house. I'm good with guests, I'm good with feeding people and everything, but it's contrary to my nature, because I'm such a private person and because of my schedule, to have anyone ever living with us other than for a few days or like a guest. But this one, God really, he changed my nature, let's just say that. When last Sunday during church, Shaitan texted me, he's like, I think Justin needs a place to live. So during the service, like, my first answer to everything anybody ever asked me is no, right? Within 5 minutes, the Lord spoke to me about how the widow had given Elijah the upper room. The words upper room, the word Elijah, and how it was a blessing for the house, how the oil never ran out, the flour never ran out, and there was a need in the house. Her son was sick, right? So within a few minutes of that text, I said, okay, maybe for a few months. Then I said, no, it's going to be whenever the Lord keeps him here. And the thing was, I didn't say it grudgingly. I was telling Shaitan out of joy. I was happily saying that, which is different for me. And we didn't even know if Justin would actually stay here, but it was just a text between me and Shaitan in the morning. Later on, it turns out that it would work out really well for Justin and for us also. I mean, it's a blessing to have someone who prays so much to be in our house. It's a blessing for us, let's just say that. May God bless him, may God open new doors for him, and I pray that you'd all keep him in prayer, keep us in prayer, open up a ministry for him, and how immigration and everything is, pray for him as well. And also, Wilson brother had said that how we're a blessing to them, but honestly, you guys are a blessing to us. The pastors, both pastors and family, Mini Mama and Wilson Uncle and Amuti and the family, you guys are a blessing for us. So we thank you for your support. Please keep us in prayer this week. Thank you. Anybody else want to say a word? It's not usual we have this type of time, and I just wanted to touch on that Justin testimony. I know this is an extraordinary act of kindness. I think it is. It is actually showing our faith in action. We always speak a lot of words of faith, but this is a faith in action, actually showing our faith in Jesus, and through the demonstration, giving him that place is a very act of obedience to God and His word, and I'm sure God will reward you greatly, and you have given us this place to worship, and God will reward you for that. And I noticed in Brother Wilson, a very caring person. Brother Wilson, if I have to describe Brother Wilson, I would just say one word: caring person. I see him describing everybody's needs, and he sees it. He actually sees it. Not everybody sees when there is a need, and he not only sees that need, he actually do something about it. And if he had not spoken last week, then he would not get it. So God is using somebody to speak and out of the care, and then when that words heard is actually working in the hearts of others. So it takes all types of people today to do God's work and the ministry, and I'm very, very, very happy that it happened. I think we were just speaking about him, and there he is. And so thank you, Justin, for being here also, and may God bless you in whatever you do, your future, your plans. I know Brother Wilson is on your side. He's calling a lot of people, I know, on your behalf. He's calling a lot of people on your behalf. I already know that.
So may God bless all of us today and at this time. I believe Sister Bindu is singing the offering song and we take the offering. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ കണ്ടവനിൽ കാര്യം നടത്തി തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ കണ്ടവനിൽ കാര്യം നടത്തി തരും.
moments it is. നമ്മുടെ മനമിളകുന്ന സമയങ്ങൾ വരും, നമുക്ക് പതറുന്ന സമയങ്ങൾ വരും. പക്ഷേ സ്ഥിതിയൊക്കെ മധ്യത്തിൽ ദൈവം നമ്മോട് Praise you, Jesus. We're going to pray at this time. Brother Wilson is coming and leading us in prayer. And we are going to definitely remember our Mavina more here, especially when she is going for the blood test. We want all that blood test to be normal. And there is nothing impossible with God. Let us all believe and pray together. കർത്താവിന്റെ പ്രസൻസ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട് ദൈവമക്കളെ. കർത്താവിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ദൈവമേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അന്ന സമയം മുതൽ ഈ സമയം വരെയും കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ അടികളെ നിർത്തിയ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ ഞങ്ങളുടെ ദൈവദാസന്മാരെ പലയിടങ്ങളിലായിരുന്നു, യാത്രയിലായിരുന്നു. എല്ലാം നിന്റെ മക്കളെ ഒന്ന് സൂക്ഷിച്ചു സൗഖ്യത്തോടെ ക്ഷേമത്തോടെ കർത്താവിന്റെ വരവ് താമസിച്ചതുകൊണ്ട് ഒരു സഹായവും കൂടെ ഒരുമിച്ച് ഞങ്ങൾക്ക് നിന്നെ മഹത്വപ്പെടുത്തുവാൻ സർവശക്തരായ ദൈവം ഞങ്ങൾക്ക് തന്ന അധികാരത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്റെ മക്കളാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ അവകാശികളും കൂടെയാണ്. അങ്ങയുടെ അവകാശിയായ ആ രാജ്യത്തിന്റെ അവകാശികളാണ് ഞങ്ങൾ. ദൈവത്തിന്റെ വചനം പറയുന്നത്, നീ ഭൂമിയിൽ കെട്ടുന്ന സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അടിക്കുന്ന സ്വർഗ്ഗത്തിൽ അടിഞ്ഞിരിക്കും. ഹല്ലേലൂയ. ആമേൻ. ഈ ഹല്ലേലൂയ കാലഘട്ടത്തെ മനസ്സിലാക്കുക. ആമേൻ. ദൈവസന്നിധിയിൽ ഭയത്തോടും ഭക്തിയോടുമായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണം. ഈ ചെറിയ കൂട്ടത്തിനെ അനുഗ്രഹിക്കാം. സാക്ഷി വാചകത്തിൽ കൂടി കർത്താവേ, ദൈവത്തോട് നന്ദി പറഞ്ഞ് എല്ലാവരെയും ദൈവമേ അനുഗ്രഹിക്കും. പോലെ നിന്റെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. ശത്രുവേ, നീ തോറ്റവരാണ്. നിന്റെ തലയെ തകർത്തത് എന്റെ കാൽവരിനാഥനാണ്. അവന്റെ അടിപ്പിടുവാൻ സൗഖ്യം വരുന്നതല്ല, സൗഖ്യം വന്നുവരിക്കും. ഈ പലക്കാലം ഞങ്ങൾ ക്ഷേമമാണ്. ഞങ്ങളുടെ കുറവാണെങ്കിൽ ഞങ്ങൾ മനുഷ്യത്തിന് മകളോട് ക്ഷമിക്കണമേ. ആരുടെയെങ്കിലും കുറവാണെങ്കിൽ ഈ പലക്കാലം അത് ക്ഷമിച്ച് ആ രോഗത്തിന് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബം കർത്താവേ, ദൈവമക്കളോട് കാണിക്കുന്ന സ്നേഹം മറന്നു കളയുവാൻ രീതിയുള്ള നിന്റെ കുഞ്ഞുങ്ങളെ നീ വീണ്ടും പാലിക്കണം. വലിയ സ്നേഹത്തെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം ആയി പാട്ടക്കൊണ്ട് നിന്റെ മകനെ നീ പാലിക്കണം. പ്രാർത്ഥന കുടുംബമായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്ര വഴിപാടിനായി സ്തോത്രം. അങ്ങയുടെ വേലയെ മാനിച്ച് കർത്താവേ, കരങ്ങൾ നീട്ടിയിരിക്കുന്ന നിന്റെ മക്കളെ അമർത്തി കുലുക്കി കവയെ കൊടുത്ത് പാലിക്കണം. ഈ പട്ടണത്തിലെ എല്ലാ സഭകളെയും സമുദായമായി അത് കുതിച്ചു പോകാതെ അവയെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്ന മണവാട്ടിയായി തീരുവാനായി ശുശ്രൂഷകളെ മാനിക്കണം. അവയെ കർത്താവിന്റെ ദൈവത്തിന്റെ വചനം പറയുവാൻ അവസരത്തെ അധികാരപ്പെടുത്തണം. പ്രാർത്ഥനകളതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. I believe the Lord has already touched Bavina more. And I believe that I'm going to pray even more. And may the next blood test results all be normal in the name of Jesus Christ. Hallelujah. We claim that in the name of Jesus. It's time for us to hear from the Word of God. And today, Pastor John Thomas will be bringing God's Word to us. Let us open our hearts and our minds to God's Word. Praise the Lord. Hallelujah. ഇന്ത്യയുടെ ഫൗണ്ടിംഗ് ഫാദർ എന്ന് വിശേഷിപ്പിക്കുന്ന മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞു, ക്രിസ്തുവിന് ശേഷമുള്ള ഏക ക്രിസ്ത്യാനി സാധു സുന്ദർ സിംഗ്. സാധു സുന്ദർ സിംഗ് ഇംഗ്ലണ്ട് സന്ദർശിച്ചപ്പോൾ പത്രക്കാരി ചോദിച്ചു, അങ്ങയുടെ അമ്മ ഒരു ഹിന്ദു സ്ത്രീയായി, അങ്ങയുടെ പിതാവ് ഒരു സിഖുകാരനായി,
അതുകൊണ്ട് താങ്കളൊരു ക്രിസ്ത്യാനിയായി. അദ്ദേഹം പറഞ്ഞു, ഈ പറഞ്ഞ മതങ്ങളുടെയൊക്കെ ഗ്രന്ഥങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടെ എങ്ങും എനിക്ക് കാണുവാൻ കഴിയാതെ പോയ ഒരു രക്ഷകനെ വിശുദ്ധ ബൈബിളിൽ എനിക്ക് കാണുവാൻ സാധിച്ചു. അതുകൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനിയായി തീർന്നു. ഇന്ന് നാം ധ്യാനിക്കുന്ന തിരുവചനത്തിലൂടെ ഒരു രക്ഷകനെ കണ്ടെത്തുവാൻ ഭാഗ്യം നമുക്ക് ലഭിച്ചു. അതിനേക്കാൾ വലിയ ഭാഗ്യം മറ്റൊന്നും. യേശുവിനെ അറിയുവാനും അനുസരിപ്പാനും അനുഗമിപ്പാനും എവിടെയും യേശു എൻ്റെ രക്ഷകനെന്ന് വിളിച്ചു പറയുവാൻ മാത്രമല്ല മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമമാണ്. ആ നാമം നമ്മുടെ നാവിലെടുത്ത് ഇന്നും കർത്താവിനെ ആരാധിപ്പാൻ അവസരം ലഭിച്ചതിൽ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ബഹുമാന്യ നമ്മുടെ ലീഡ് പാസ്റ്റർ, കുടുംബം, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. തിരുവചന ധ്യാനത്തിലേക്ക് നാം വേഗത്തിൽ പ്രവേശിക്കുന്നു. The Epistle of Paul, the Apostle to the Colossians, chapter 1, verses 9 to 13. Bhavina will read for us. And so, from the day we heard, we have not ceased to pray for you, asking that you may be filled with the knowledge of His will in all spiritual wisdom and understanding, so as to walk in manner worthy of the Lord, fully pleasing to Him, bearing fruit in every good work and increasing in the knowledge of God, being strengthened with all power according to His glorious might, for all endurance and patience with joy, giving thanks to the Father who has qualified you to sharing in the inheritance of the saints in light. He has delivered us from the domain of darkness and transferred us to the kingdom of His beloved Son. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ അങ്ങയെ വാഴ്ത്തുന്നു. തിരുവചനത്തിന്റെ മുൻപാകെ ഞങ്ങളായിരിക്കട്ടെ. അടിയന്റെ വായിലെ വാക്കുകളും അങ്ങയുടെ ജനത്തിന്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങയ്ക്ക് പ്രസാദകരമായിരിക്കട്ടെ. ആമേൻ. I will read verse 9. Since the day we have heard about you, we have not stopped praying for you. അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന്റെ തലക്കെട്ട്, ഒരു ഹെഡ്ലൈൻ, പരിശുദ്ധാത്മാവിൽ എനിക്ക് ഗ്രഹിപ്പാൻ സാധ്യമായത് the power of a purposeful prayer. The power of a purposeful prayer. ഉദ്ദേശപൂർണമായ പ്രാർത്ഥനയുടെ ശക്തി, അഥവാ ലക്ഷ്യപൂർണമായ പ്രാർത്ഥനയുടെ ശക്തി. ഈ വാക്യങ്ങളിൽ നാം വായിച്ചു തുടങ്ങുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി. ഞങ്ങൾ ആരാണ്? ഞങ്ങൾ അവിടെ 4 പേരുണ്ട്. ധന്യനായ പൗലോസ്ലീഹ, കൂട്ടുപ്രവർത്തകരായ ശീലാസ്, എപ്പഫ്രാസ്, ഒരു കുറ്റവാളിയായി ജയിലിൽ വന്നു എങ്കിലും പൗലോസിന്റെ സുവിശേഷത്താൽ ശുശ്രൂഷയാൽ രക്ഷിക്കപ്പെട്ട ഒനേസിമോസ്. ഈ 4 പേരടങ്ങുന്ന സംഘമാണ് ഞങ്ങൾ എന്ന് വിശേഷിപ്പിക്കും. അടുത്തത് നിങ്ങൾ എന്ന് പറയുമ്പോൾ കൊലോസ്യ വിശ്വാസികളെ കുറിച്ചാണ് നാം അവിടെ വായിക്കും. എങ്ങനെ നിങ്ങൾ എന്ന ഈ കൊലോസ്യ സഭ അവിടെ രൂപീകൃതമായി? പൗലോസ് കൊലോസ്യ സന്ദർശിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ തന്റെ മിഷണറി യാത്രയിൽ 3 വർഷം എഫെസോസിൽ പാർത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ ആ ശുശ്രൂഷയാൽ രക്ഷിക്കപ്പെട്ട ഒരുവനുണ്ടായിരുന്നു. പേര് എപ്പഫ്രാസ്. എപ്പഫ്രാസിന് ദൈവവിളി ഉണ്ടായി. ആത്മഭാരത്തോടെ എഫെസോസിൽ നിന്നും 163 കിലോമീറ്റർ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന കൊലോസ്യ പട്ടണത്തിൽ പോയി സുവിശേഷ വേല ആരംഭിച്ചു.
അങ്ങനെ എപ്പഫ്രാസിന്റെ സുവിശേഷ യത്നത്താൽ അവിടെ ഒരു സഭ രൂപീകൃതമാകുവാൻ ഇടയായി. ആ സഭയുടെ പേരാണ് കൊലോസ്യ സഭ എന്ന് നാം ഇവിടെ വായിക്കും. പൗലോസിന്റെ ഒന്നാമത്തെ കാരാഗ്രഹവാസം 2 സംവത്സരമായി. ഈ കാലഘട്ടത്തിലും എപ്പഫ്രാസുമായി അധികം പരിചയപ്പെടുവാനും സംസാരിക്കാനുള്ള അവസരം ലഭിച്ചു. പൗലോസ് അവിടെ പോയി സഭ സ്ഥാപിച്ചില്ലെങ്കിലും എപ്പഫ്രാസ് സ്ഥാപിച്ച് അവിടെ ആത്മാക്കൾ പെരുകുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം അവിടെ ഉടലെടുത്തതായ ദുരുപദേശങ്ങൾ പൗലോസിന്റെ ശ്രദ്ധയിൽ കേട്ടപ്പോൾ അതിന് മറുപടിയായി താന് അവർക്ക് എഴുതി അയച്ചതായ ലേഖനമാണ് കൊലോസ്യ ലേഖനം. അങ്ങനെ ഒന്നാം കാരാഗ്രഹവാസകാലത്ത് പൗലോസ് റോമിലെ കാരാഗ്രഹത്തിൽ കഴിയുമ്പോൾ 4 ലേഖനങ്ങൾ എഴുതി. എഫേസ്യ ലേഖനം, ഫിലിപ്പ്യ ലേഖനം, കൊലോസ്യ ലേഖനം, ഫിലോമോൻ എഴുതിയ ലേഖനം. ഇങ്ങനെ 4 ലേഖനങ്ങൾ എഴുതുവാനിടയായി. ഓരോ ലേഖനങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എങ്കിലും അതിശ്രേഷ്ഠമായ 2 ലേഖനങ്ങൾ എഫേസ്യ ലേഖനവും കൊലോസ്യ ലേഖനവും. എഫേസ്യ ലേഖനത്തിന്റെ പ്രതിപാദ്യ വിഷയം ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ. കൊലോസ്യ ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം ശരീരമായ സഭയുടെ തലയായ ക്രിസ്തു, ക്രിസ്തു സഭയുടെ തല എന്ന് നമ്മുടെ വായിക്കും. കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് തന്റെ ശുശ്രൂഷയുടെ ആത്യന്തിക ലക്ഷ്യം വെളിപ്പെടുത്തുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. 1-ാം അധ്യായം 28-ാം വാക്യത്തിൽ നാം കാണുന്നത് മേക്കിംഗ് എവരി പേഴ്സൺ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി തീർക്കുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഞങ്ങൾ ആരെ എന്ന് നാം മനസ്സിലാക്കി, നിങ്ങൾ ആരെ എന്ന് മനസ്സിലാക്കി. ഇനി നാം കേൾക്കുവാൻ പോകുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന്. പ്രാർത്ഥിക്കുവാൻ ഒരു മുഖാന്തരം, ഒരു കാരണം ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട്? 2 കാര്യം ഇവിടെ നാം വായിക്കുന്നു. ക്രിസ്തുയേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും, 2 സകല വിശുദ്ധന്മാരെയുമുള്ള നിങ്ങളുടെ സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട്. സ്തോത്രം. ഒന്നുകൂടി ഓർപ്പിക്കാം. ക്രിസ്തുയേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള നിങ്ങളുടെ സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനത്തിന്റെ തലക്കെട്ട് നാം കേട്ടു. അതിന്റെ ടൈറ്റിൽ ഇത് 2 ഭാഗങ്ങളായിട്ട് നാം വേർതിരിക്കുന്നു. 1 ദ ഫൗണ്ടേഷൻ ഓഫ് ദ പ്രയർ, 2 ദ കോർ ഓഫ് ദ പ്രയർ. ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനം എന്താണ്? അതിന്റെ മുഖാന്തര വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. ഇവരുടെ വിശ്വാസം. ആരിലുള്ള വിശ്വാസം? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം. 2 സഹവിശ്വാസികളോട് ഇവർക്കുള്ള സ്നേഹവും നിമിത്തം ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പൗലോസ് എന്ത് ചെയ്തു? ഇവർക്ക് വേണ്ടി സ്തോത്രം ചെയ്തു എന്ന് നാം വായിക്കും. സ്തോത്രം ചെയ്തു. നല്ലൊരു ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ട്. എന്തായിരുന്നു ആ ഫൗണ്ടേഷൻ? an attitude of gratitude. ഒരു കൃതജ്ഞതാ മനോഭാവം. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവം മുൻപാകെ മുട്ടുകുത്തുമ്പോൾ നാം നമ്മുടെ സപ്ലിക്കേഷൻസ്, പ്രാർത്ഥനാ വിഷയങ്ങൾ വേഗത്തിൽ ദൈവത്തോട് അറിയിക്കുകയല്ല. ഇന്നലകളിൽ പോയ കാലങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത നന്മകൾ, ഏറ്റവും വലിയ നന്മ എന്നുള്ളത് നമ്മുടെ പ്രാണന് ദൈവം നൽകി തന്ന ആത്മരക്ഷ. 116-ാം സങ്കീർത്തനത്തിൽ ദാവീദ് എഴുതിയിരിക്കുന്നത്, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും നീ വിടുവിച്ചു. അതുകൊണ്ട് ഞാൻ നിനക്ക് എന്ത് പകരം നൽകും? What shall I render unto you? I will take the cup of salvation and glorify you. ഇന്ന് ദൈവസന്നിധിയിൽ നാം കടന്നു വന്നിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് നൽകി തന്ന ഭൗതികതകളുടെ നന്മകളെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കുന്നതിൽ അധികമായി എന്റെ പ്രാണനെ അധമപാതാളത്തിൽ നിന്ന് രക്ഷിച്ച് സ്തോത്രം സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ ഇരുത്തിയ ദൈവത്തിന്റെ സ്നേഹത്തിനായിട്ട് ഞാൻ നന്ദി
ദൈവത്തിനും മഹത്വം ഉണ്ടാകട്ടെ. പൗലോസിന്റെ കൊലോസ്യർക്ക് എഴുതിയ ഈ ലേഖനത്തിൽ മാത്രമല്ല പൗലോസ് അങ്ങനെ പ്രാർത്ഥിക്കുന്നു. എഫേസ്യ ലേഖനം 2 പ്രാർത്ഥനകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഫിലിപ്പിയ ലേഖനത്തിൽ 1 പ്രാർത്ഥന, കൊലോസ്യ ലേഖനത്തിൽ 1 പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിലെല്ലാം അവിടെയുള്ള വിശ്വാസികളെ കുറിച്ച് എഴുതിയിരിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾക്ക് വിശ്വാസികളോടുള്ളതായ സ്നേഹം നിമിത്തം ഞാൻ സ്തോത്രം ചെയ്യുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തെസ്സലോനിക്ക വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് ഓർപ്പിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹത്തിന്റെ പ്രയത്നവും പ്രത്യാശയുടെ സ്ഥിരതയും നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. വിശ്വാസത്തിന്റെ വേല ശ്രദ്ധിക്കണമേ. പെട്ടെന്ന് സുവിശേഷം കേട്ട് ഇവർ ഈ മാർഗത്തിലേക്ക് വന്നവരല്ലായി. ഇവർ വിഗ്രഹാരാധികളായിരുന്നു, അന്യദൈവങ്ങളെ ആരാധിച്ചു പോരുന്നവരായിരുന്നു. ആ മാർഗം വിട്ട് യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് വിശ്വസിപ്പാൻ ലഭിച്ച ഭാഗ്യത്തിനായിട്ട് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഇവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരായും സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരായും നമുക്ക് ഈ ലേഖനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. സകല വിശുദ്ധന്മാരോടുമുള്ള നിങ്ങളുടെ സ്നേഹം. ഈ വിശ്വാസ സമൂഹത്തെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇവര് ക്രൂശ് വഹിക്കുന്നവരായി. യേശുക്രിസ്തുവിലുള്ള ഇവരുടെ വിശ്വാസം, വിശുദ്ധന്മാരോടുള്ള ഇവരുടെ സ്നേഹം, ഇവർ ക്രൂശ് വഹിക്കുന്നവരായി. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്? കർത്താവ് തന്നെ അനുഗമിപ്പാൻ വന്ന ശിഷ്യരോട് പറഞ്ഞത്, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിക്കുന്നു എങ്കിൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ക്രൂശിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളതിൽ എനിക്ക് ബോധ്യമായ ഒരു നിർവചനമുണ്ട്. അതിങ്ങനെയാണ്: ക്രോസ് brings us closer to God and man. മലയാളത്തിൽ എന്നെ നിഗ്രഹിച്ചിട്ട് എന്നെ ദൈവത്തോടും മനുഷ്യനോടും അടുപ്പിക്കുന്നതത്രേ ക്രൂശ്. ഒന്നുകൂടി: എന്നെ നിഗ്രഹിച്ചിട്ട് എന്നെ ദൈവത്തോടും മനുഷ്യനോടും അടുപ്പിക്കുന്നതത്രേ ക്രൂശ്. എന്തുകൊണ്ടാണ് ഇവർ ക്രൂശ് വഹിക്കുന്ന വിശ്വാസികൾ എന്ന് ഞാൻ ഓർപ്പിക്കുവാനായിട്ടിടയായത്? ഇവർ വിശ്വാസം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും വിശുദ്ധന്മാരോടുള്ള സ്നേഹവും പ്രകടമായിരുന്നു. സ്തോത്രം. ക്രൂശ് ഒരു ശിഷ്യനെ ദൈവത്തോടും മനുഷ്യരോടും അടുപ്പിക്കും. സ്തോത്രം. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ലഭിച്ചിരിക്കുന്ന ഒരു പേരുണ്ട്, പുരോഹിതൻ എന്ന പേര്. പുരോഹിതൻ എന്ന പേരിന്റെ അർത്ഥം അൾത്താരയിൽ വന്ന് ശുശ്രൂഷ ചെയ്യുന്ന, എപ്പിസ്കോപ്പ് പൗരോഹിത്യ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തക്സ കൗമാ ചൊല്ലുന്ന കൂട്ടത്തെയല്ല പുരോഹിതൻ എന്ന് പറയുന്നത്. പുരോഹിത വൃന്ദം ബൈബിൾ നമ്മൾ വായിക്കുന്നുണ്ട്. പുരോഹിതൻ എന്ന ആ പദത്തിന് പ്രത്യേകമായ അർത്ഥമുണ്ട്. അത് നാം വളരെ ശ്രദ്ധയോടെ കേൾക്കണം. പുരോഹിതൻ ആരാണ്? പുരോഹിതൻ അപ്പോസ്തലനായ പത്രോസ് ഓർപ്പിക്കുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ പോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗം. പുരോഹിതരാണ് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹം. ആരാണ്? പുരോഹിതൻ. പുരോഹിതൻ എന്ന വാക്ക്, മലയാളത്തിലുള്ള പദം ഉത്ഭവിച്ചിരിക്കുന്നത് ഈ പൊന്റിഫ് എന്ന ലത്തീൻ പദത്തിൽ നിന്നുമാണ്. പൊന്റിഫ് എന്ന ലത്തീൻ പദത്തിന്റെ അർത്ഥം ബ്രിഡ്ജ് ബിൽഡർ, പാലം പണിയുന്നവനാണ്. പാപനിമിത്തം ദൈവത്തിങ്കൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കലേക്ക് അടുപ്പിക്കുന്നവരാണ് ആര്? പുരോഹിതൻ. സ്തോത്രം. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ആ വിധത്തിൽപ്പെട്ടവരാണ്. പാപികളായി ദൈവത്തെ അറിയാതെ ദൈവമില്ലാത്ത ജീവിക്കുന്നവരുടെ അടുക്കൽ ദൈവത്തിന്റെ സുവിശേഷവുമായി നാം ചെന്ന് അവരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയുള്ള ഒരു കൂട്ടത്തെ കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്. അവർ യേശുക്രിസ്തുവിൽ വിശ്വാസമുള്ളവരും അതേ വിശുദ്ധന്മാരെ സ്നേഹിക്കുന്നവരും
അവർ സുവിശേഷത്തിന് സമർപ്പിതരുമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 1-ാം നൂറ്റാണ്ടിൽ ആദ്യം ആരംഭിച്ചതായ സഭയെ കുറിച്ച് നാം വായിക്കുന്നത്, ആ സഭയിലെ ശുശ്രൂഷകരായി 7 പേരെ തിരഞ്ഞെടുത്തു. ചുരുക്കം പേർ 7 പേർ മാത്രമായിരുന്നു. അവർക്കുണ്ടായിരിക്കേണ്ട 2 യോഗ്യതകളെ കുറിച്ച് പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ഫുൾ ഓഫ് ഫെയ്ത്ത്, ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ്. അവർ വിശ്വാസത്തിൽ പൂർണ്ണരായിരിക്കണം, അവർ പരിശുദ്ധാത്മാവിൽ പൂർണ്ണരായിരിക്കണം. സ്തോത്രം. അവര് ഒരു ചെറിയൊരു ന്യൂനപക്ഷം, അല്പജനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ശ്രദ്ധിക്കണമേ, ഈ ക്വാളിറ്റീസിൽ അവർ പ്രാദേശികമായി പ്രവർത്തിച്ചപ്പോൾ ദൈവത്താൽ അഭിഷക്തരായ അപ്പോസ്തലന്മാർക്ക് ദൈവം അയച്ച ഇടങ്ങളിൽ പോയി പ്രവർത്തിപ്പാനായിട്ടിടയായിട്ട് ഈ ദേശത്ത് ഒരു ആത്മീക കൂട്ടായ്മയായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തപ്പോൾ ഒരുപക്ഷെ ആ കൂട്ടം പോലെ ഒരു ചെറിയ കൂട്ടമായി നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മിൽ എപ്പോഴും കാണേണ്ടതായ ക്വാളിറ്റീസ് ഫുൾ ഓഫ് ഫെയ്ത്ത്, ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ്. വിശ്വാസത്തിൽ പൂർണ്ണരായി, പരിശുദ്ധാത്മാവിൽ പൂർണ്ണരായി നാം നിൽക്കുമ്പോൾ കർത്താവിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടുവാൻ, പ്രവർത്തിപ്പാൻ സാധ്യമാകും എന്നുള്ളത് ഈ വചനങ്ങളിലൂടെ നമുക്ക് സാധ്യമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവർ ക്രൂശ് വഹിക്കുന്നവരായിരുന്നു എന്ന് നമുക്ക് ഇവരെ കുറിച്ച് വായിക്കുമ്പോൾ മനസ്സിലാക്കാം. ദൈവത്തിന് സ്തോത്രം. പൗലോസിന്റെ പ്രാർത്ഥനയെ കുറിച്ച് നാം ആരംഭ ഭാഗം കേട്ടു. പൗലോസിന്റെ പ്രാർത്ഥനയുടെ ഫൗണ്ടേഷൻ എന്നുള്ളത് ദൈവസന്നിധിയിലുള്ള കൃതജ്ഞത, നന്ദി. ഇവരുടെ വിശ്വാസം കണ്ട്, ഇവരുടെ സ്നേഹം കണ്ട് പൗലോസ് ഇവർക്ക് വേണ്ടി സ്തോത്രം ചെയ്ത് ദൈവത്തിന് നന്ദി അർപ്പിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന പൗലോസ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്? നമ്മെയും ഈ ഒരു പ്രാർത്ഥനയുടെ തലത്തിലേക്ക് ദൈവത്തിന് കൈപിടിച്ചുയർത്തുവാൻ. പലപ്പോഴും വിശ്വാസ സമൂഹമാകുന്ന നാം നമ്മുടെ ഭൗതിക കാര്യങ്ങൾ, ഭൗതിക വിഷയങ്ങളുടെ സർക്കിളിൽ മാത്രം ഒതുങ്ങിക്കഴിഞ്ഞ് നാം നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ജോലി, നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ, ഇതൊന്നും നമുക്ക് വേണ്ട എന്നല്ല, ഇതിന്റെ പ്രാർത്ഥനയുടെ ആവശ്യമില്ല എന്നല്ല. എന്നാൽ ആ തലത്തിൽ നിന്നും അതിനൊരു ഉപരിതലമുണ്ട്. ആ ഉപരിതലത്തിലേക്ക് നാം ചെന്നെത്തണം. അതുകൊണ്ടാണ് പൗലോസ് ഈ പ്രാർത്ഥന ഇന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. ഭൗതിക തലത്തിൽ നിന്നും അടുത്ത തലത്തിലേക്ക്. സ്തോത്രം. 2 ആഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ നടത്തപ്പെട്ട ഒരു വചന ശുശ്രൂഷയിൽ ഓർപ്പിച്ചതായ ഒരു വേദഭാഗമുണ്ട്. സ്തോത്രം. ഈ ഭൗതികാത്മതയിൽ നിന്നും ഭൗതികാതീതമായ തലത്തിലേക്കുള്ളതായ ഒരു പ്രവേശം. ആ തലത്തിന്റെ പേരാണ് ആത്മീകത എന്ന് പറയും. ഞാൻ ചെറിയ ദൃഷ്ടാന്തത്തിലൂടെ അത് കൂടുതൽ മനസ്സിലാക്കാം. സ്തോത്രം. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഭൗതിക തലത്തിന്റെ ആ സർക്കിളിൽ ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്. സ്തോത്രം. എന്നാൽ ഭൗതിക തലത്തിൽ നിന്നും ഭൗതികാതീതമായ തലത്തിലേക്ക്, ആ തലത്തിന്റെ പേരാണ് ആത്മീയത എന്നുള്ളത്. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. From the physical level to the metaphysical level. ഒരു ചെറിയ ദൃഷ്ടാന്തം നാം മനസ്സിലാക്കുമ്പോൾ, ഒരു രാത്രി മുഴുവനും പത്രോസും കൂട്ടരും അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. സ്തോത്രം. കർത്താവ് ചെന്നു, പടക് തരാമെന്ന് ചോദിച്ചു, കൊടുത്തു. ആ പടകിൽ കയറി യേശു സുവിശേഷം പ്രസംഗിച്ചു. ഒരു സാക്ഷ്യവും ആവശ്യമില്ല. കഴിഞ്ഞ രാത്രിയിലത്തെ കാര്യമൊന്നും ഓർപ്പിക്കേണ്ട കാര്യമില്ല. ഈ ഒംനീഷ്യൻ, സർവജ്ഞാനിയായ കർത്താവ് സകലതും അറിയുന്നു. എന്താണ് വായിക്കുന്നത്? നീ പോയി ആഴത്തിലേക്ക് വലയിറക്കാൻ പറഞ്ഞു. 1 അല്ല 2 പടക് നിറച്ചു കൊടുത്തു. ആ നിറച്ച പടകിലേക്ക് പത്രോസിന്റെ കണ്ണ് പോയില്ല. വേഗത്തിൽ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്, എന്നെ വിട്ടു പോകണമേ എന്ന്. ശ്രദ്ധിക്കണമേ, ഈ പടകിലോട്ട് പത്രോസിന്റെ കണ്ണെത്താതെ ആ ഭൗതികമായ നന്മയിൽ തന്റെ കണ്ണ് പതിച്ച് അതിൽ മാത്രം ആശ്രയവും ആഗ്രഹവും സന്തോഷവും പ്രകടിപ്പിക്കാതെ എങ്ങനെയെങ്കിലും എനിക്കൊരു മോചനം ലഭിക്കണം, എന്റെ ആത്മാവിനൊരു രക്ഷ ലഭിക്കണം, അത് തരുവാൻ കഴിയുന്നത് എന്റെ കർത്താവിന് മാത്രമെന്ന് ബോധ്യമായി
കർത്താവിന്റെ സന്നിധിയിൽ പത്രോസ് ഏറ്റു പറയുന്നു, കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ നമ്മെ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് ഒരു പുതിയ തലത്തിലേക്ക്, ആത്മീയ തലത്തിലേക്ക്, ഇന്ന് നാം ആത്മീയ തലത്തിൽ തന്നെയാണ്, എന്നാൽ ഒരു സ്റ്റെപ്പും കൂടി നമ്മെ അതിലൂടെ ചവിട്ടി കയറ്റുകയാണ്. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ലേഖനം ഈ സഭയ്ക്ക് എഴുതുവാനായിട്ട് ഇടയായെന്ന് അറിയാമോ? ഈ സഭയിലേക്ക് ദുരുപദേശം പ്രവേശിപ്പാൻ ഇടയായി. ആ ദുരുപദേശത്തിന്റെ പേരാണ് നോസ്റ്റിസിസം, ജ്ഞാനമതം. ഈ ജ്ഞാനമതത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ യേശു ദൈവമല്ല, യേശു ഒരു സൃഷ്ടാവ് മാത്രമാണ്. പൗലോസ് ഈ കാര്യങ്ങളെല്ലാം കേട്ട ദുരുപദേശത്തെ ഖണ്ഡിച്ചുകൊണ്ട് വിശ്വാസ സമൂഹത്തെ ഉറപ്പിച്ചുകൊണ്ട് എഴുതിയൊരു ലേഖനമാണ്. ദൈവദാസന്മാരുടെ ദൗത്യങ്ങൾ, ദൈവമക്കളുടെ ദൗത്യങ്ങൾ വ്യത്യസ്തമാണ്. എന്താണെന്ന് അറിയാമോ? ഒരു പാപിയെ മാനസാന്തരപ്പെടുത്തി രക്ഷയിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല, അതിനുശേഷം അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കണം. പലവിധമായ പ്രലോഭനങ്ങളാൽ, ദുരുപദേശങ്ങളുടെ വശീകരണ ശക്തിയാൽ വീണുപോകുവാൻ, പിന്മാറിപ്പോകുവാൻ സാധ്യതയുള്ളപ്പോൾ, ഇന്നും ദുരുപദേശങ്ങൾ ഒട്ടും കുറവുള്ള കാലമല്ല, അധികമായിട്ടുണ്ട്. 1-ാം നൂറ്റാണ്ടിനേക്കാൾ അധികമായിട്ടുണ്ട്. ആത്മീയനെ സംബന്ധിച്ചിടത്തോളം ആത്മീയൻ സകലത്തെയും വിവേചിക്കുന്നവരാണ്. അവരത് ആത്മാവിൽ ഗ്രഹിച്ചുകൊണ്ട് അതിനോട് പോരാടും. 2 വാക്യങ്ങൾ മാത്രം പൗലോസ് അതിന് മറുപടി കൊടുക്കുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. ഏതാണ് ഈ തത്വജ്ഞാനം? ഫിലോസഫി ഓഫ് നോസ്റ്റിസിസം. 9-ാം വാക്യം, ക്രിസ്തുവിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു. യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാണ്, കേവലം ഒരു സൃഷ്ടിയല്ല എന്ന് പൗലോസ് അതേ ഇവിടെ ഓർപ്പിക്കുകയാണ്. സ്തോത്രം. അടുത്തതായി ഈ സന്ദേശത്തിന്റെ സമാപന ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ്. ദ കോർ ഓഫ് ദ പ്രയർ. 10 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങൾ. ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം 5 കാര്യങ്ങളാണ് നാം ഇവിടെ കാണുന്നത്. ഈ 5 കാര്യങ്ങൾ ഇത് നമ്മൾ ഈ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ പൗലോസിന്റെ പ്രാർത്ഥന വായിക്കുമ്പോൾ ഇതൊരു നോൺ സ്റ്റോപ്പ് ഒറ്റ പ്രാർത്ഥനയായിട്ട് നമുക്ക് പോവുകയാണ്. നമുക്കിത് വായിച്ചങ്ങോട്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഇത് പരിഭാഷ ചെയ്തവര് ഈ പേജുകൾ എന്ന് പറഞ്ഞ ഈ പുസ്തകത്തിന്റെ വലിപ്പം കുറയ്ക്കുവാനായിട്ട് അവര് വാക്കുകളും കുറച്ചു. ഇതെല്ലാം ഓരോരോ സെന്റൻസ് ആയിട്ട് അങ്ങോട്ട് എഴുതി പോയിരുന്നുവെങ്കിൽ ഈ പുസ്തകങ്ങളൊന്നും നമുക്കാർക്ക് ചുമക്കാൻ പറ്റുന്ന വിധത്തിലാകുമായിരുന്നില്ല. വലിയൊരു പുസ്തകമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നമ്മൾ ഈ പുസ്തകം ധ്യാനിക്കുമ്പോൾ, ഈ പുസ്തകം വായിക്കുകയല്ല, ഈ പുസ്തകം ധ്യാനിക്കുക. ഇത് നമ്മൾ ധ്യാനിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ, നമ്മുടെ കേൾവിക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നാം അത് വിചിന്തനം ചെയ്ത് അത് മനസ്സിലാക്കി കൊടുക്കുക. 5 കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനയിലുള്ളത്. ഞാൻ വേഗത്തിൽ ഓർപ്പിച്ച് ഈ സന്ദേശം അവസാനിപ്പിക്കാം. 1, നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടക്കുകയും. സ്തോത്രം. പൂർണ്ണ പ്രസാദത്തിനായി നിങ്ങൾ യോഗ്യമാകും വണ്ണം നടക്കുകയും. നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയുന്ന ലളിതമായ മലയാള പദമാണ് ദൈവത്തിന് പൂർണ്ണ പ്രസാദം നമ്മിൽ വരുമാറ് നാം എങ്ങനെ നടക്കണം? കർത്താവിന്റെ ഹിതകരമാവണ്ണം ദൈവപ്രമാണം അനുസരിച്ച് നാം നടക്കണം, ജീവിക്കണം. രണ്ടാമതായി, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കുക. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ക്കുക. യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ അനേകർ ഓടി വന്നു. ഇതിനു വേണ്ടി സ്നാനത്തിനായിട്ട് ഓടി വന്നു. അന്ന് സ്നാനപ്പെട്ടെങ്കിൽ മാത്രമേ മാനസാന്തരം ലഭിക്കുകയുള്ളൂ. അങ്ങനെയായിരുന്നു യഹൂദന്മാരുടെ സ്നാനം. യഹൂദന്മാരുടെ സ്നാനമാണ് യോഹന്നാൻ സ്നാപകൻ നടത്തിയത്. നാം സ്വീകരിച്ച സ്നാനം അങ്ങനെയല്ല. മാനസാന്തരപ്പെട്ടവരെ സ്നാനം കഴിപ്പിക്കണം. അതാണ് നമ്മുടെ സ്നാനം. മാനസാന്തരപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ സ്നാനം ഏൽക്കുന്നത്. അങ്ങനെ സ്നാനം കഴിപ്പാൻ വന്നവരോടും യോഹന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞ ഒരു ലഘു സന്ദേശമുണ്ട്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. കർത്താവ് തന്റെ അരുമശിഷ്യരോടും പറഞ്ഞ 2 വാക്യശകലമുണ്ട്. നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുമെങ്കിൽ നിങ്ങൾ
അധികം ഫലം കായ്ക്കണം, അധികം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം. ഓരോ ഞായറാഴ്ചയും ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ കർത്താവെ, ഈ വരുന്ന 6 ദിവസം എങ്ങനെ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ, എങ്ങനെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, എങ്ങനെ കർത്താവിനെ യോഗ്യമാവണ്ണം നടക്കുവാൻ, ഇന്നലെകൾ പോലെയല്ല അധികമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ. മൂന്നാമതായി, ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും നിറഞ്ഞു വരണം. ഒന്നുകൂടി, ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും നിറഞ്ഞു വരണം. 4, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. 5, സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. ഈ ഒറ്റ പ്രാർത്ഥനയുടെ 5 വരികൾ നമ്മൾ എഴുതി സൂക്ഷിച്ച് നമ്മുടെ മുൻപിൽ ഇത് തുറന്നു വെച്ച് മുട്ടിന്മേൽ നിന്ന് ഈ വരികൾ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ വരികൾ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ആത്മീയമായി ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടും. ഈ വരികൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാം ഒരു ആത്മീയ തലത്തിൽ നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണമേ, 3.5 വർഷത്തെ ശുശ്രൂഷ കഴിയാറായി. സ്തോത്രം. ഒടുവിലും ശിഷ്യന്മാർക്ക് അപേക്ഷിക്കുവാനുള്ള ഒരേ ഒരു കാര്യം, കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ഇന്നലെ തുടങ്ങിയതല്ല, 3.5 വർഷത്തിന് മുമ്പേ തുടങ്ങിയതാണ്. പലപ്പോഴും സഭയിൽ പ്രാർത്ഥനയെ കുറിച്ച് കേൾക്കുമ്പോൾ എത്രയോ വർഷമായി ഞാൻ വിശ്വാസത്തിലായിട്ട് ഇനി എന്താ പ്രാർത്ഥനയെ കുറിച്ചുള്ളതായ ഒരു പുതിയ പഠനം എനിക്ക് ആവശ്യം. 3.5 വർഷം തീരാറായപ്പോഴും അവർക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ. ഇപ്പോഴും അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ വേണ്ടുവണ്ണം പ്രാർത്ഥിപ്പാനായിട്ട് അറിയുന്നില്ല. കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥിക്കുവാനായിട്ട്. യേശു അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. പകൽ ശുശ്രൂഷ കഴിഞ്ഞു പോയി യേശു രാത്രിയിലും പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്താണ് രാവിലെ യേശു പ്രാർത്ഥിച്ചതിന്റെ കാരണം? ഇനിയും പ്രവേശിക്കുന്നത് എങ്ങോട്ടാണെന്ന് അറിയാമോ? ഒരു പോർക്കളത്തിൽ. എങ്ങനെയുള്ള പോർക്കളം? നാനാ വ്യാധിക്കാർ, നാനാ രോഗികൾ, ഭൂതബാധിതർ, അനേക പ്രശ്നക്കാരെ അഭിമുഖീകരിക്കണം. അവരുടെ മുൻപിൽ നിൽക്കണം. ഭൂതങ്ങൾ അലറി ഓടി വരും. അവരുടെ മേൽ ജയിക്കണം, ജയാളിയായി തീരണം. പോർക്കളത്തിൽ നിൽക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ശക്തിയാണ് ആവശ്യം. എങ്ങനെയുള്ളതായ പ്രാർത്ഥന? The power of a purposeful prayer. ഉദ്ദേശപൂർണമായ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ഇന്ന് ഇവിടം വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നാം ചെന്ന് നിൽക്കുവാൻ പോകുന്ന ആ ഇടത്തിന്റെ പേരാണ് പോർക്കളം എന്ന് പറയുന്നത്. പോർക്കളം. ഒരു പോർക്കളത്തിൽ നാം നിൽക്കാൻ പോവുകയാണ്. ഏതുവിധമായ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, അത് എതിർപ്പുകൾ, വേദനകൾ, നിന്ദകൾ നമുക്കെതിരെ കടന്നു വന്നാലും അവിടെ നിൽക്കുവാൻ, പൊരുതി ജയം പ്രാപിപ്പാൻ നമുക്ക് സാധ്യമാകുന്നത് ഓരോ ദിവസവും നാം മുഴങ്കാലിന്മേൽ നിന്ന് പ്രാപിക്കുന്ന ദൈവശക്തി നിമിത്തമായിരിക്കും. എന്താണ് ഗിദെയോനോട് ദൈവം പറഞ്ഞത്? നീ ഈ ബലത്തോടെ പോവുക. ഇന്ന് 1.5 മണിക്കൂർ സമയം ഈ പ്രാർത്ഥനാലയത്തിൽ ഇരുന്ന് പാട്ട് പാടി പ്രാർത്ഥിച്ച്, സങ്കീർത്തനം ധ്യാനിച്ച്, ദൈവവചനം കേട്ട് പ്രാർത്ഥിച്ച് നാം പ്രാപിക്കുന്ന ഈ ബലത്തോടെ നാം പോവുകയാണ് ഒരു പോർക്കളത്തിലേക്ക്. അത് ജോലി ചെയ്യുന്ന മേഖലയായിരിക്കും, നാം സഞ്ചരിക്കുന്ന ഇടമായിരിക്കും, നാം അഭിമുഖീകരിക്കുന്ന വ്യക്തികളായിരിക്കും, സുവിശേഷം അറിയിക്കുന്നവരായിരിക്കും. എല്ലാം ഒരു പോർക്കളമാണ്. ഈ പോർക്കളത്തിൽ നിൽക്കുവാൻ നമുക്ക് ആവശ്യമാകുന്നത് ഉയരത്തിലെ ശക്തിയാണ്. അതെങ്ങനെ പ്രാപിക്കണം? കാത്തിരുന്ന് ദൈവസന്നിധിയിൽ മുഴങ്കാലിലിരുന്ന് നാം പ്രാപിക്കണം. യഹോവയെ കാത്തിരിക്കുന്നവര് ശക്തിയെ പുതുക്കും, പ്രാർത്ഥിക്കുന്നവര് ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. പൊർക്കളത്തിൽ നാം ഒരു ധീരനായി യേശുവിൻ നാമമേന്തി, പൊർക്കളത്തിൽ നാം ഒരു യേശുവിൻ നാമമേന്തി പോയിടാം സുവിശേഷം പോയിടാം നാടെന്നും സന്തോഷമുണ്ടോടുവിൽ പോയിടാം സുവിശേഷം പോയിടാം നാടെന്നും സന്തോഷമുണ്ടോടുവിൽ ഐക്യമായി
കർത്താവിന് യോഗ്യമാകുമെണ്ണം നടന്നു. സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് മനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ച് സകല ജ്ഞാനത്തിലും വിവേകത്തിലും നിറഞ്ഞുകൊണ്ട് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളർന്ന് സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി പൂർണ്ണശക്തിയോടെ ബലപ്പെട്ട് മുമ്പോട്ടുള്ള നാളുകൾ നയിപ്പാൻ ഞങ്ങൾ ഓരോരുത്തർക്കും ഉയരത്തിലെ ശക്തിയും കൃപയും ധാരാളമായി നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തിനായി സ്തോത്രം. നമ്മെ തന്നെ കേട്ട ദൈവജനത്തിന് മുൻപാകെ നമുക്ക് സമർപ്പിക്കാം. ഈ സമയത്ത് പ്രിയ അച്ചായൻ പ്രാർത്ഥിച്ച് ഇന്നത്തെ സഭായോഗം നോക്കുന്ന കർത്താവേ, ഞങ്ങൾ വന്ന സമയം ഇതുവരെയും കർത്താവിന്റെ സാന്നിധ്യം വർദ്ധനായി പാടുവാനെ പ്രാർത്ഥിപ്പാൻ കർത്താവേ കൃപയെന്നതിനായി സങ്കീർത്തനോടെ ഇടപെട്ടതിനായി നന്ദിയുടെ സ്തുതിക്കുന്നു. കർത്താവെ മാറ്റില്ലാത്ത ഒരുപടി കർത്താവിന് തന്നെ വരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നിങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്ത് കർത്താവെ, കഴിഞ്ഞ 2 ആഴ്ചക്കാലം കർത്താവ് താഴ്ന്നില്ലായിരുന്ന കുടുംബം കർത്താവ് സന്നിധിയിൽ ആരാധിക്കാൻ സംഭാഷണം കുടുംബം യാത്രയിലായിരുന്നു. എല്ലാവരുടെ ആരോഗ്യത്തോടെ ശ്രദ്ധിക്കുന്നു. കർത്താവെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മകനെ കർത്താവെ ഇവിടെ കൊണ്ടുവന്നതിനായി സ്തോത്രം. എല്ലാവർക്കും ഒരു അനുഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇവിടെയാളുടെ ബുദ്ധിജ്ഞാനെല്ലാം കൊടുത്ത് നല്ലൊരു വായു കൊടുക്കുമാറാനെ പ്രാർത്ഥിക്കുന്നു. കാത്തുള്ളതിനെ പ്രാർത്ഥിക്കുന്നു. ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നങ്ങളായ വ്യക്തികളായ എല്ലാവരും കർത്താവെ സഹായിക്കണേ. ചുറ്റുപാടുള്ള അയൽവാസികളെല്ലാം അനുകരിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ യാത്രയിലായിരിക്കുന്ന കർത്താവെ സൂക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജോലിയിൽ കർത്താവ് ആരോഗ്യത്തോടെ വരുന്ന സഹായിക്കണേ. കർത്താവെ ദുഷ്ടത കാത്തുള്ളവനെ ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണാധികാരികൾക്ക് വേണ്ടി എല്ലാവരും കർത്താവെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ സകല ആത്മാക്കളെ കൂട്ടി വർദ്ധണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചുറ്റുപാടിന് പോണേന്ന് പ്രദേശ ആത്മാക്കളെ കൂട്ടി അതികളെ വിസ്താരപ്പെടുത്തണേ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എല്ലാത്ത കാര്യത്തെ ദൂരിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ തീർക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥിക്കാൻ കടപ്പെട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ കർത്താവെ കുഞ്ഞിന് ഹോസ്പിറ്റലിൽ പോകുന്ന കർത്താവെ അത് ബ്ലഡ് എല്ലാം നോർമലാക്കണേ എന്നോട് പ്രാർത്ഥിക്കുന്നു. ശരീര ആരോഗ്യത്തോടെ സൂക്ഷിക്കുന്നതിലേക്ക് പ്രാർത്ഥിക്കുന്ന നടത്തണേന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ യോജനയും കേട്ടിട്ട് സ്തോത്രം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹത്തോടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മോടും നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.